ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ കത്തിനിൽക്കുമ്പോഴാണ് ഇപ്പോൾ പമ്പയിലും ക്രമക്കേട് വന്നിരിക്കുന്നത്. പമ്പയിൽ കഴിഞ്ഞ സെപ്റ്റംബർ 20 നടന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ക്രമക്കേടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ പരിപാടി അവതരിപ്പിച്ചതായി നന്ദഗോവിന്ദം ഭജൻ സംഘത്തിന്റെ പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ലാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സംഘത്തെ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നും അവർ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നും സംഘത്തിന്റെ പ്രവർത്തകർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. സംഗമദിനത്തിൽ രാവിലെ 8:30 നടന്ന ഭക്തിഗാന സദസ്സ് അവതരിപ്പിച്ചത് ഗായകൻ ഇഷാൻ ദേവിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായിരുന്നു. മുഖ്യമന്ത്രി പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിന് 1 മണിക്കൂർ മുമ്പ് ഈ സംഗീത പരിപാടി അവസാനിക്കുകയും ചെയ്തിരുന്നു. കലാപരിപാടിക്ക് മുമ്പ് നിശ്ചയിച്ചിരുന്ന ബജറ്റ് 2 ലക്ഷം രൂപ മാത്രവുമായിരുന്നു. എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ 8 ലക്ഷം രൂപ നന്ദഗോവിന്ദം ഭജൻസിന് നൽകിയതായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ക്രമക്കേടിന്റെ സംശയം ഇത് ഇപ്പോൾ ശക്തമാക്കുകയുമാണ്. സംഗമം കഴിഞ്ഞ് വൈകിട്ട് വിജയ് യേശുദാസ്, വീരമണി രാജു, സുദീപ് കുമാർ എന്നിവർ അവതരിപ്പിച്ച ഭക്തിഗാനമേള സൗജന്യവുമായിരുന്നു എന്നാണ് ദേവസ്വം ബോർഡ് അധികൃതരുടെ വിശദീകരണവും. ഇതിൻ്റെ ഒന്നും ചെലവുകൾ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. ഓഡിറ്റ് റിപ്പോർട്ടും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടും ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ ബില്ല് എഴുതിയതടക്കമുള്ള ക്രമക്കേടുകൾ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ഫെബ്രുവരി 27 വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി ബെഞ്ച് ഉത്തരവും ഇട്ടിട്ടുണ്ട്.